അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് പുതിയ നിയമങ്ങൾ വരികയാണ്. ഇത് പലരെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നാടുകടത്തൽ നേരിടുന്നവർക്ക് വേണ്ടി കോടതി ഒരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ബോർഡ് ഓഫ് ഇമിഗ്രേഷൻ അപ്പീൽസ് എന്ന കോടതിയാണ് ഈ തീരുമാനമെടുത്തത്. നിയമപരമല്ലാത്ത അമേരിക്കയിലെത്തിയ ഒരാൾക്ക് ജാമ്യത്തിന് വേണ്ടി ഒരു കുടിയേറ്റ കേസ് ജഡ്ജിയോട് ചോദിക്കാൻ കഴിയില്ല. അതായത് അവരെ തടങ്കലിൽ വെക്കും. ഇതൊരു വലിയ മാറ്റമാണ്. ഇതിനു മുമ്പ് നിയമവിരുദ്ധമായി വന്ന് 2 വർഷത്തിൽ കൂടുതൽ അമേരിക്കയിൽ താമസിച്ചവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇത് ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇങ്ങനെ തടങ്കലിൽ വെക്കുന്നത് കാരണം പലരും കേസ് നടത്താൻ ഇഷ്ടപ്പെടാതെ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അവർക്കിവിടെ നിൽക്കാൻ ആഗ്രഹങ്ങളുണ്ടാകാം. പക്ഷേ ഈ സമ്മർദ്ദം കാരണം അവർ തിരിച്ചു പോകാൻ നിർബന്ധിതരാകും. മുൻപ് ട്രംപ് ഭരണകൂടവും തടങ്കൽ നിർബന്ധമാക്കാൻ ശ്രമിച്ചിരുന്നു. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരെയും തടങ്കിൽ വെക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ നയം നിയമവിരുദ്ധമാണെന്ന് പല ഫെഡറൽ ജഡ്ജിമാരും പറയുകയായിരുന്നു. പക്ഷേ BIAയുടെ ഈ റൂളിംഗ് എല്ലാ കുടിയേറ്റ കോടതികൾക്കും ബാധകമാണ്. ഇത് സാധാരണ കോടതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ പുതിയ നിയമം ആളുകളെ അവരുടെ പോരാട്ടം ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കുന്ന ഒരു നിന്ദ്യമായ നീക്കമാണെന്ന് മുൻ കുടിയേറ്റ കേസ് ജഡ്ജി ഡാന ലീ മാർക്സ് പറയുന്നു. വേറൊരു വിഷയത്തിലേക്ക് വന്നാൽ, ലോസ് ഏഞ്ചലസ് കുടിയേറ്റ നിയമം കർശനമാക്കാൻ സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തെ അനുവദിച്ചിട്ടുണ്ട്. ആളുകളുടെ രൂപം, സംസാരിക്കുന്ന രീതി, ജോലി അല്ലെങ്കിൽ അവർ എവിടെ നിന്ന് വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അധികാരികൾക്ക് അവരെ ചോദ്യം ചെയ്യാം. ഇത് വംശീയ വിവേചനത്തിലേക്ക് നയിച്ചേക്കാം. ഇത് എല്ലാവരുടെയും പൗരാവകാശങ്ങൾക്കും ഭീഷണിയാകും, കുടിയേറ്റക്കാരെ മാത്രമല്ല. ജസ്റ്റിസ് സോതോമായോർ ഇതിനോട് വിയോജിച്ചിട്ടുണ്ട്. US പൗരന്മാരെ ജോലിസ്ഥലത്ത് നിന്ന് വിളിച്ചിറക്കി ദ്രോഹിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US ഗ്രീൻ കാർഡ് എന്നാൽ പെർമനന്റ് റെസിഡൻസി എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥിരമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയും. ഇത് നല്ല ജോലികൾ ചെയ്യാനും വിദ്യാഭ്യാസം നേടാനും സഹായിക്കും. ഗ്രീൻ കാർഡ് നിലനിർത്താൻ ചില നിയമങ്ങൾ പാലിക്കണം. 10 വർഷം കൂടുമ്പോൾ അത് പുതുക്കണം. ഒരുപാട് കാലം അമേരിക്കക്ക് പുറത്ത് താമസിക്കരുത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ താമസം ഉപേക്ഷിച്ചാൽ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചത്. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഈ വർഷം ഇനി 2 തവണ പലിശ കുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിരക്ക് 4-നും 4.25% ഇടയിലാണ്. ഈ വർഷത്തെ ആദ്യ ഇളവാണ് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റം, നികുതി, മറ്റ് ട്രംപ് നയങ്ങൾ എന്നിവ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും പണപ്പെരുപ്പത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഡിസംബർ മുതൽ ഫെഡ് റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്താതിരുന്നത്. ഇതിനെ ചൊല്ലി ട്രംപ് ജെറോം പവലിനെ അധിക്ഷേപിക്കുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.